എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതുവീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് 2025 റീവാല്യൂഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ, അടച്ച പൈസ നഷ്ടമാകുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ നിരവധി കമൻറ്റുകളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദമായ അപ്ഡേറ്റിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ റീവാല്യൂഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. നമ്മളിത് അന്വേഷിക്കുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്താണ് റീവാല്യൂഷൻ, എന്താണ് ഫോട്ടോ കോപ്പി, എന്താണ് സ്ക്രൂട്ടണി എന്ന് ഡീറ്റെയിൽഡായിട്ട് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. അത് ഈ 3 പ്രൊസീജിയറിലൂടെയും എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഓഫറുകളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതെന്ന്. റീവാലുവേഷൻ എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ 500 രൂപ റീവാലുവേഷൻ അടയ്ക്കണം ഒരു പേപ്പറിന്. ഒരു വിഷയം നിങ്ങളുടെ പേപ്പർ റീവാലുവേഷൻ നടത്തണമെങ്കിൽ നിങ്ങൾ 500 രൂപ അടയ്ക്കേണ്ടതുണ്ട്. ഈ 500 രൂപ നിങ്ങൾ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? നിങ്ങളുടെ പേപ്പർ എന്ത് ചെയ്യും? ഒന്നും കൂടി ഒരധ്യാപകൻ വന്ന് വാല്യുവേഷൻ ചെയ്യും. ആദ്യം പേപ്പർ നോക്കിയ അധ്യാപകനല്ല, പുതിയൊരു അധ്യാപകൻ വന്ന് നിങ്ങളുടെ പേപ്പർ എന്ത് ചെയ്യും? വീണ്ടും ഒന്ന് വാല്യുവേഷൻ നടത്തും. അതിനെയാണ് റീവാലുവേഷൻ എന്നതുകൊണ്ട് പറയുന്നത്. ഒരധ്യാപകൻ വന്ന് ഒന്നും കൂടി നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ നടത്തുന്നതിനെ റീവാലുവേഷൻ എന്നാണ് പറയുന്നത്. ഇനി ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ 300 രൂപയാണ് ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ടി വരുന്നത്. ഈ ഫോട്ടോ കോപ്പിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ കോപ്പി, നിങ്ങൾ പരീക്ഷ എഴുതിയ പേപ്പറിൻ്റെ കോപ്പി നിങ്ങളുടെ എന്ത് ചെയ്യും? ഹോം അഡ്രസ്സ്, വീടിൻ്റെ അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ അഡ്രസ്സിലേക്കോ അയച്ചു തരും. അങ്ങനെയാണ് ചെയ്യുന്നത്. സ്ക്രൂട്ടണി എന്ന് പറയുന്നത് 100 രൂപയാണ്. നിങ്ങളുടെ മാർക്കൊന്ന് കൂട്ടി നോക്കും. നിങ്ങളുടെ മാർക്കൊന്ന് കൂട്ടി നോക്കുമെന്നല്ലാതെ വേറെ തരത്തിലുള്ള വലിയ ആനുകൂല്യങ്ങളൊന്നും സ്ക്രൂട്ടണിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഒരു പേപ്പറിന് 100 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത്. ഇനി ഈ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിയിലൊക്കെ ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ? ഞാൻ എപ്പോഴും റീവാലുവേഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം റീവാലുവേഷൻ 500 രൂപ കൊടുക്കണമെന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ പേപ്പർ ഒന്നും കൂടി വാല്യുവേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നോക്കിയ അധ്യാപകനല്ല, പുതിയൊരു അധ്യാപകൻ വന്ന് നമ്മളുടെ പേപ്പർ വീണ്ടും എന്ത് ചെയ്യും? വാല്യുവേഷൻ നടത്തും. 500 രൂപയിലൂടെ നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടി ഒരു പുതിയൊരു അധ്യാപകൻ, ആദ്യം നോക്കിയ അധ്യാപകനല്ല, പുതിയൊരു അധ്യാപകൻ വന്ന് നിങ്ങളുടെ പേപ്പർ വീണ്ടും പരിശോധിക്കുകയാണ് റീവാലുവേഷനിലൂടെ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫോട്ടോ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ കോപ്പി ലഭിച്ചു. ഈ ഫോട്ടോ കോപ്പി നിങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 24 മാർക്കാണുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ കോപ്പി ലഭിച്ചു. നിങ്ങൾ ഫോട്ടോ കോപ്പി ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ അധ്യാപകനെ കൊണ്ട് മാർക്ക് കൂട്ടിച്ചു നോക്കി, നിങ്ങൾ മാർക്ക് കൂട്ടി നോക്കി. അങ്ങനെ നോക്കുമ്പോൾ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് 24. ഇപ്പം നിങ്ങളുടെ അധ്യാപകനെ കൊണ്ട് നോക്കുമ്പോഴും നിങ്ങൾ നോക്കുമ്പോഴും ഒരു 10, 15, ഒരു 20 മാർക്കൊക്കെ അധികമുണ്ട്. അപ്പം ആ നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങളുടെ അധ്യാപകൻ നോക്കുമ്പോൾ 20 മാർക്ക് അധികം, എന്നാൽ റിസൾട്ട് വന്നപ്പോൾ 20 മാർക്ക് കുറവാണ്. അപ്പോൾ 24 മാർക്കാണുള്ളത്. നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ നിങ്ങളുടെ അധ്യാപകർ കൂട്ടി നോക്കുമ്പോൾ 44ഒക്കെ ആകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആദ്യം നോക്കിയ അധ്യാപകൻ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. നിങ്ങൾ ഫോട്ടോ കോപ്പി കിട്ടിയതുകൊണ്ട് നിങ്ങൾ കൂടി നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള മാർക്ക് വരുന്നുണ്ട്. എന്നാൽ അതിന് റിസൾട്ടിലേക്ക് ആഡ് ചെയ്യപ്പെടണോ എങ്കിൽ നിങ്ങൾ 500 രൂപ റീവാലുവേഷൻ നൽകി എന്ത് ചെയ്യണം? ഒന്നും കൂടി നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ നടത്തണം. അപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ആദ്യമേ പറയുകയാണ്. നിങ്ങൾ എന്ത് ചെയ്തു? 300 രൂപ ഓൾറെഡി നിങ്ങൾ ഫോട്ടോ കോപ്പിക്കായി നൽകി കഴിഞ്ഞു.
അതിന് പുറമെയാണ് 500 രൂപ നിങ്ങൾ വീണ്ടും റീവാലുവേഷനായി നൽകുന്നത്. 500 പ്ലസ് 300 ടോട്ടൽ 800 രൂപ നിങ്ങൾ ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞു. അതും ഒരു പേപ്പറിൻ്റെ ഒറ്റൊരു വിഷയത്തിൻ്റെ കാര്യം മാത്രമാണ് ഈ പറയുന്നതും. ചിലർക്ക് 2-3 വിഷയമൊക്കെ റീവാലുവേഷൻ ചെയ്യാൻ കാണും, വാട്ടെവർ. ഇനി സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഇവിടെ കൂട്ടി നോക്കപ്പെടുകയാണ് ചെയ്യുന്നത്. 2, 4, 6, 8, 10 2, 4, 6, 8, 10 എന്നിങ്ങനെ മാർക്ക് അവിടെ കൂട്ടി നോക്കുകയാണ് ചെയ്യുന്നത്. ഒരു തവണ മാർക്ക് കൂട്ടി നോക്കുന്നതിനാണ് സ്ക്രൂട്ടണി 100 രൂപ. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇതിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി കൊടുക്കാം. ബട്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിന്ന് മാത്രം ഞാൻ പറയാണ്, ഞാൻ എപ്പോഴും റീവാലുവേഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും സപ്പോർട്ട് ചെയ്യില്ല. കാരണം റീവാലുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പേപ്പർ ഒന്നും കൂടെ പുനർമൂല്യനിർണ്ണയം ചെയ്യപ്പെടുകയാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്, അടച്ച പൈസ നഷ്ടമാകുമോ എന്നുള്ളത്. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, 8 മാർക്ക് കൂടിക്കഴിഞ്ഞാൽ, അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തായിരുന്നു, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ 20 മാർക്കുണ്ട്. അത് 28 അതിന് മേലേക്കോ പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ 20 മാർക്കും നിങ്ങൾക്കിപ്പോൾ +1 സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് വന്നപ്പോൾ 20 മാർക്കും, നിങ്ങൾക്ക് റീവാലുവേഷൻ നിങ്ങൾ കൊടുത്തു, ഒരു 28 അതിന് മേലേക്കോ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന മാർക്കിനെ കഴിഞ്ഞും 8 അതിലധികമോ കൂടുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ടായിട്ട് ലഭിക്കും. അതിപ്പം നിങ്ങൾക്കിപ്പോൾ ആദ്യം 20 മാർക്ക് ഉണ്ടായിരുന്നു, അത് 28 അതിന് മേലേക്കോ പോകണം. അത് നിലവിൽ എത്ര മാർക്കുണ്ടോ അതിലെന്ത് ചെയ്യണം, നിലവിലുള്ള മാർക്കിനെ കഴിഞ്ഞും 8 മാർക്ക് അധികം കൂടിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടച്ച പൈസ തിരിച്ചു കിട്ടുന്നതായിരിക്കും. എന്തായാലും വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.